ഗ്രേറ്റ് മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പോയി നിൽക്കുമ്പോൾ കുറേ മൃഗങ്ങൾ ഇങ്ങനെ ഓടി വരുന്നത് മാത്രമല്ല ഞാൻ കാണുന്നത്. പൊറ്റക്കാടിൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 3 ആഴ്ച വരെ ഈ ട്രെയിനുകൾ അവിടെ നിർത്തി ഇടുമായിരുന്നു. എന്തിനാ? ഈ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് ഈ മൃഗങ്ങൾ കടന്നു പോകും. ഇതൊന്ന് നിന്നിട്ട് വേണമല്ലോ ട്രെയിൻ കടന്നു പോകാൻ. 3 ആഴ്ച നിന്നിട്ട് ഇതിൻ്റെ ഫ്ലോ തീർന്നിട്ടില്ല. അപ്പോൾ എത്ര ആനിമൽസ് അതിലൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചേ. അപ്പോൾ ഇതാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്ന അതിൻ്റെ യഥാർത്ഥ പിക്ചർ 150 കൊല്ലം മുമ്പത്തെ. ഇന്ന് ഈ മൃഗങ്ങളുടെ ഒരു 10% പോലും നമ്മളവിടെ പോയി കാണുന്നില്ല. സ്പേസിലേക്ക് നമ്മുടെ പ്രധാന യാത്ര, ആ യാത്ര ഉണ്ടാവും. അത് എത്ര നാൾ കഴിയുമ്പോൾ ആ യാത്ര പ്രതീക്ഷിക്കാം? അതീവ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ബഹിരാകാശത്ത് ഇതുവരെ പോയിട്ടുള്ളത് തന്നെ ആകപ്പാടെ 500 താഴെ ആളുകളെ ഉള്ളൂ എന്നൂടെ ചിന്തിക്കണം. അപ്പോൾ സ്പേസിലേക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി നാളെ തന്നെ പോകാൻ റെഡിയാണ്. പോയിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് ഇച്ചിരി വൈകുന്നത്. ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പോയി നിൽക്കുമ്പോൾ കുറേ മൃഗങ്ങൾ ഇങ്ങനെ ഓടി വരുന്നത് മാത്രമല്ല ഞാൻ കാണുന്നത്. അവിടെ ഒരു 150 കൊല്ലം മുമ്പ് പാശ്ചാത്യർ അവിടേക്ക് കടന്നു വന്നൊരു കാലമുണ്ട്. ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ നടന്ന സ്ഥലത്തുകൂടെ ഇവർ റെയിൽവേ ലൈൻ ഇട്ടൊരു കാലമുണ്ട്. ആഫ്രിക്കയുടെ ഉൾനാടുകളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം റെയിൽവേ ട്രാക്കുകൾ ഇട്ടൊരു കാലമുണ്ട്. ഈ റെയിൽവേ ട്രാക്കിലൂടെ വനസമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടി തന്നെ സായപ്പെട്ടതാ. അതിലൂടെ ഈ ട്രെയിനുകൾ കടന്നു പോകുമ്പം പൊറ്റക്കാടിൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 3 ആഴ്ച വരെ ഈ ട്രെയിനുകൾ അവിടെ നിർത്തി ഇടുമായിരുന്നു. എന്തിനാ? ഈ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് ഈ മൃഗങ്ങൾ കടന്നു പോകും. ഇതൊന്ന് നിന്നിട്ട് വേണമല്ലോ ട്രെയിൻ കടന്നു പോകാൻ. 3 ആഴ്ച നിന്നിട്ട് ഇതിൻ്റെ ഫ്ലോ തീർന്നിട്ടില്ല. അപ്പോൾ എത്ര ആനിമൽസ് അതിലൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചേ. ഓരോ ആനിമൽ ക്രോസ് ചെയ്യുന്നല്ല പറഞ്ഞേ, ആയിരങ്ങൾ ഇങ്ങനെ ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിനും ഓഫാക്കിയിട്ട് അവിടെങ്ങനെ ഇരിക്കുകയാണ്. 3 ആഴ്ച വരെ ഇരുന്ന് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവർക്ക് പിന്നെ തുടർന്ന് യാത്ര ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്ന അതിൻ്റെ യഥാർത്ഥ പിക്ചർ 150 കൊല്ലം മുമ്പത്തെ. ഇന്ന് ഈ മൃഗങ്ങളുടെ ഒരു 10% പോലും നമ്മളവിടെ പോയി കാണുന്നില്ല. അപ്പോൾ ഈ കഥകളും ഈ സംഭവങ്ങളും അതിനെക്കുറിച്ച് പൊറ്റക്കാട് എഴുതിയതും അതിനെക്കുറിച്ച് നമ്മൾ വേറെ പലരുടെ യാത്രികരുടെ വായിച്ചതും കൂടെ ഒക്കെയാണ് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ വരുന്ന മനസ്സിൽ. ഇതെല്ലാം കൂടെ ഈ അരമണിക്കൂറുള്ള സഞ്ചാരത്തിനകത്തെ 10 ഷോട്ടിനകത്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ മനസ്സിൽ പറയണമെന്ന് ആഗ്രഹിച്ചതും എൻ്റെ മനസ്സിൽ കൂടെ തിങ്ങി വന്ന ആ വികാരങ്ങളും മുഴുവൻ എനിക്ക് ഒരിക്കലും സഞ്ചാരത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ ടൂർ കമ്പനി എന്ന് പറയുന്ന ആശയം കൂടെ കൊണ്ടുവന്നത്. ഈ ഗ്രേറ്റ് മൈഗ്രേഷനിലേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടുപോയി അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഈ കണ്ടതിൻ്റെ ഒരു പ്രചോദനത്തിൽ അവർ പോവുകയും ഇത് കുറേയും കൂടെ അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ TV സ്ക്രീനിൽ ഗ്രേറ്റ് മൈഗ്രേഷൻ എത്ര കണ്ടാലും ഈ കുറേ ഈ വിൽഡ് ബീസ്റ്റ് എന്ന് പറയുന്ന ജീവികൾ അല്ലെങ്കിൽ സീബ്രകൾ ഇതൊക്കെ പോകുന്നത് നമുക്കൊരു സ്ക്രീനിൽ കാണുമ്പോൾ, ഒരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ കുറേ ഉറുമ്പ് ഓടുന്ന പോലെയല്ലേ തോന്നുള്ളൂ. അങ്ങനെ അത്രയല്ലേ സൈസും ഉള്ളൂ. മറ്റേതാ 360 ഡിഗ്രിയിൽ നമ്മൾ ആസ്വദിക്കുകയല്ലേ. അത് അവിടെ പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീല് അപാരമാണ്. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്, ഈ യാത്ര ചെയ്യുന്ന ആൾക്ക് ഈ പറഞ്ഞൊരു ബോധം കൂടെ വേണം. അതായത് ഈ ഒരു വായനയുടെ ബോധം വേണം. ഈ പണ്ട് 150 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു ഇമാജിൻ ചെയ്യാനുള്ളൊരു ബോധം വേണം. അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു ചിന്തിക്കാനുള്ളൊരു ബോധം വേണം. അവിടെ നിന്നുകൊണ്ട് അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇതിനെ അങ്ങോട്ടൊന്ന് ആ പ്രദേശത്തേക്ക് നമ്മളങ്ങോട്ട് ആ 100 കൊല്ലം മുമ്പത്തെ ഒരു മനുഷ്യനായിട്ട് നമ്മളവിടെ അങ്ങ് പെരുമാറാൻ തുടങ്ങണം, ജീവിക്കാൻ തുടങ്ങണം. ഇതിനുള്ളൊരു കഴിവും കൂടെ ഉള്ള ഒരാളുകളുണ്ടല്ലോ, അവിടെ നിന്ന് അത്ഭുതകരമായിരിക്കും. പക്ഷേ യാത്ര ചെയ്യുന്നവരിൽ ഞാൻ ഈ ടൂർ നടത്താൻ തുടങ്ങി കഴിഞ്ഞപ്പം ആ പല ടൂറിൻ്റെയും കൂടെ ഞാൻ പോവുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതിനകത്ത് ഒരു 60% ആളുകൾക്കും ഈ പോയത് പലതും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത്തരം ഹോംവർക്ക് ചെയ്യുന്നോ അത്ര എഫർട്ട് എടുക്കുന്നുമില്ല. അവർക്കൊരു ടൈം പാസ് മാത്രമാണ് യാത്ര. കാശുണ്ട്, പുതിയ സ്ഥലം കാണുന്നു, ചിലർക്ക് രാജ്യങ്ങളുടെ എണ്ണം കൂട്ടണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇൻവോൾവ് ആകുന്ന ആളുകൾ വളരെ കുറവ്, ഒരു 40% പേരേ ഉള്ളൂ. 60% ആളുകൾക്കും ഇതിനകത്ത് ഈ പോയ സ്ഥലങ്ങളുടെ പേരുകൾ പോലും ഓർമ്മയുണ്ടാവില്ല. സത്യമാണ്. പണ്ട് എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പൊന്നുമല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കൂടെ സ്ഥിര യാത്ര ചെയ്യുന്ന സ്ഥിരമല്ല, ഒരു എനിക്ക് തോന്നുന്നത് യൂറോപ്പിൽ ഒരു 8 രാജ്യങ്ങളിലൂടെ പോകുന്ന 2 പേരുണ്ടായിരുന്നു. ഒരാൾ KS ബേബി എന്ന് പറയുന്ന ഒരാൾ ആദ്യകാലം മുതൽ എൻ്റെ കൂടെ ഒരു 3-4 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിരുന്നത്. പിന്നീട് ഇടയ്ക്ക് വെച്ച് വേറൊരാളുടെ ഒരു യാത്ര കൂടെ വന്നു. അദ്ദേഹം ഒരു സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം നിർബന്ധം പിടിച്ചു. ഈ KS ബേബിയുടെ ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ വന്നേ. ഇയാളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ ടൂറ് ഇപ്പോൾ പകലത്തെ ടൂറ് എപ്പോൾ തീരും എന്നാണ് പുള്ളിയുടെ ആകാംക്ഷ. ഹോട്ടലിൽ ചെല്ലണം,
പുള്ളിക്ക് 2 അടിക്കണം. അപ്പോൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയായി. ഞങ്ങളൊരു ഇടവ് താന വീട്ടിലിരുന്നാൽ പോരായിരുന്നോ? ഇതൊക്കെ അവിടെ സാധ്യമല്ലേ? ഇതിനേക്കാൾ സൗകര്യം 5 മണി വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ലല്ലോ. പുള്ളിക്ക് ബസ്സേ കയറി അപ്പം അറിയട്ടെ വൈകിട്ട് എപ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ എത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞിട്ട് പുള്ളി ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. ആ പുസ്തകം എഴുതാൻ നേരത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മളെ ആ ഫ്രാൻസിൽ എവിടെയോ ചെന്നപ്പം കമ്പി കൊണ്ട് പണിത് ഒരു വലിയൊരു കെട്ടിടം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പേരല്ലേ? അപ്പോൾ അതിൻ്റെ പേരൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഈഫൽ ടവർ എന്നാണ് എൻ്റെ പേര്, പാരീസാണ് സാർ. കമ്പി കൊണ്ടാണ് പണിതത്, വർഷങ്ങളായി. സത്യമല്ലേ? അപ്പം ഇങ്ങനെയുള്ള സഞ്ചാരികളും ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രേറ്റ് മൈഗ്രേഷനിൽ ഒരു വികാരം ഉണ്ടാകാത്ത ആളുകൾ ഉണ്ട്. ഇതിനേക്കാൾ നല്ല ആനയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വരുന്നതേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, സ്പേസ് എക്സിൻ്റെ ഒരു പരീക്ഷണം പരാജയപ്പെട്ടു, കടലിൽ താഴ്ന്നു പറഞ്ഞിട്ട്. 10 മാസം മുമ്പ് ബഹിരാകാശത്ത് പോയ സുനിത വില്യംസ് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ പോയ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് കാലമെടുത്തു. സ്പേസ് ടെക്നോളജി, മാൻഡ് സ്പേസ് വെഹിക്കിളുകൾ, അതിൻ്റെ യാത്ര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പുതിയ ഇന്നോവേറ്റീവ് കൺസെപ്റ്റ് ആണെങ്കിൽ അതിനൊത്തിരി വെല്ലുവിളികളുണ്ട്. നമ്മുടെ ആളുകളുടെ ധാരണ നമ്മളിപ്പോൾ ന്യൂയോർക്കിലേക്ക് പോകുന്നില്ലേ ആളുകൾ, എന്നാൽ പിന്നെ സ്പേസിലേക്ക് പോയിക്കൂടെ എന്നുള്ള പറ്റില്ല. ഇത് രണ്ടും ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ്. അതീവ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ബഹിരാകാശത്ത് ഇതുവരെ പോയിട്ടുള്ളത് തന്നെ ആകെപ്പാടെ 500 താഴെ ആളുകളെ ഉള്ളൂ എന്നൂടെ ചിന്തിക്കണം. അതിന് പുതിയൊരു സ്പേസ് ടൂറിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ പുതിയൊരു വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ വിമാനം പോലെ ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് വെഹിക്കിളാണ്. അതിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ, അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ ഓരോ ലക്ഷക്കണക്കിന് പാർട്സ് ചേർന്ന ബഹിരാകാശ വാഹനത്തിൻ്റെ ഓരോ പാർട്ട് മേലെ സുപ്രധാനമാണ്. അത് ഓരോന്നും ടെമ്പറേച്ചറിനെ എങ്ങനെ അതിജീവിക്കുന്നു, അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അത് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. അപ്പം ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളുടെയും പരീക്ഷണങ്ങളും അതിൻ്റെ വിജയങ്ങളും നടന്ന് ടെസ്റ്റ് ഫ്ലൈറ്റ് എല്ലാം സക്സസ്ഫുള്ളായിട്ട് നടക്കുകയാണ്. ഇനി അവസാനമായിട്ട് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഫൈനൽ ഇപ്പോൾ ഒരു വെഹിക്കിളാണ് റെഡി ആയിട്ടുള്ളത്. 3 വെഹിക്കിളിൻ്റെയും കൂടെ പണി നടന്നുകൊണ്ടിരിക്കുക. മീൻസ് അത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു പ്രോട്ടോടൈപ്പ് ആയിരുന്നു, അത് സക്സസ്ഫുള്ളായിട്ട് ടേക്ക് ഓഫ് ചെയ്തു, ലാൻഡ് ചെയ്തു. ആദ്യത്തെ ഒരു 3 ബാച്ചുകൾ പോയിട്ട് വന്നു. മീൻസ് അത് ടെസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. അടുത്തത് ഇനി ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന ആ കൊമേഴ്ഷ്യലാകുന്ന ആദ്യ ദിവസം തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും, നമ്മൾ റെഡി ആയിരിക്കുന്നു. എന്നെപ്പോലെ ഒരാൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണം ഉണ്ടാവുമല്ലോ. സ്പേസിലേക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി നാളെ തന്നെ പോകാൻ റെഡിയാണ്. പോയിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് ഇച്ചിരി വൈകുന്നത്. ഇച്ചിരി വൈകോട്ടെ, കാരണം താങ്കളെ ഞങ്ങൾ നഷ്ടപ്പെടാനോ കുറേ കാലം കാണാതിരിക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരാൾ ചോദിച്ചു വിട്ടതാണ്. ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പോലെ. പക്ഷെ പൈസയില്ല. ഈ പൈസ ഇല്ലാതെ ഞാൻ യാത്ര ചെയ്യണമെന്ന് സ്വപ്നം കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? യാത്ര ചെയ്യാൻ പൈസ വേണ്ടേ? അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കാം, എങ്ങനെ പൈസ ഉണ്ടാക്കാവുന്ന, എങ്ങനെ യാത്ര ചെയ്യാന്നുള്ള വഴിയല്ല പറഞ്ഞു കൊടുക്കാവുന്ന, എങ്ങനെ പൈസ ഉണ്ടാക്കാവുന്ന. ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. സഫാരി ചാനലിൽ ആ യാത്ര എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെയുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന പരിപാടികളും കയ്യിൽ നിസാര പൈസയുമായിട്ട് യാത്ര ചെയ്തവരുടെ കഥകളാണ്. ഒരു പൈസയില്ലാതെ ഹിച്ച് ഹൈക്കിങ് മാത്രം നടത്തി യാത്ര ചെയ്തവരുടെ കഥകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സൈക്കിളിൽ ചായ വിറ്റ് കാശ്മീർ വരെ പോയിട്ട് വന്ന പയ്യൻ്റെ കഥ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു ബൈക്കേൽ ഒറ്റയ്ക്ക് ചെറിയ പൈസ കൊണ്ട് ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ട് വന്ന കഥ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമല്ലാത്ത ഇന്ന് ഒരു കാര്യം ചെയ്യാം, അങ്ങേർക്ക് പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം വേമ്പറ, ലേബർ ഇന്ത്യയുടെ ഒരു ഏജൻസി ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഞാനൊരു ജോലി കൊടുക്കാം. അയാൾക്ക് ഡെയിലി ഒരു 100 രൂപ വെച്ച് ആ ശമ്പളത്തിൽ നിന്ന് ഞാനിങ്ങനെ പിടിക്കാം. ആ 100 രൂപ വെച്ച് പിടിച്ചാൽ ഒരു വർഷമാകുമ്പം ഡെയിലി ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ 365 ദിവസം കഴിയുമ്പോൾ 36,000 രൂപയാവും. 36,000 രൂപ കൊണ്ട് പോകാവുന്ന ഒരു 5 രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നേപ്പാളിൽ പോകാം, ശ്രീലങ്കയിൽ പോകാം. ചില സീസണിൽ നിങ്ങൾക്ക് ബജറ്റ് ട്രാവലും ബാക്ക് പാക്കർ ടൂറും ആണെങ്കിൽ നിങ്ങൾക്ക് തായ്ലൻഡിൽ പോയിട്ട് വരാം. പല രാജ്യങ്ങളും, ഭൂട്ടാനിൽ പോയിട്ട് വരാം. അപ്പോൾ ലക്ഷ്യത്തിലോട്ട് നമ്മൾ തന്നെ നടക്കാൻ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രത്യേക മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. എനിക്ക് പൈസ ഇല്ലാത്തത് നാട്ടുകാരുടെ ആരുടെയും കുഴപ്പം കൊണ്ടാണോ? പൈസ ഉള്ളവർക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടായത്? ലോട്ടറി അടിച്ചിട്ടാണോ? ഇത് രണ്ടും അല്ലല്ലോ കുഴപ്പം.
ബുദ്ധിപൂർവ്വം സ്വന്തം ജീവിതമല്ലേ, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, ഒരു 2 ദിവസം ജോലി ഒന്നും ചെയ്യാതെ വിശ്രമിച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്നൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് ഇരുന്ന്. എനിക്ക് ഇന്ന കഴിവുകളേ ഉള്ളൂ, അല്ലെ ഇന്ന കഴിവുകളുണ്ട്, എനിക്ക് ഇങ്ങനെ ചെയ്താൽ ദിവസം ഒരു 1500-2000 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. ദിവസം 2000 രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ ഇന്ന് അത്യാവശ്യം ഒരു പണി അറിയുന്ന ടൈൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരു പശ്ചിമ ബംഗാളുകാരന് പറ്റുന്ന പണിയാണ്. കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ അയാളെക്കാൾ താഴെ എവിടെയാണ് ജീവിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. വലിയ IT-കാരനാണ്. പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന് ടൈൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 2000 രൂപ കൊടുക്കണം. അവർ പണിത കെട്ടിടത്തിലാണ് പുള്ളി പണിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ 2000 രൂപ ഡെയിലി കിട്ടുന്ന ഒരാൾക്ക് 100 രൂപ മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. 100 രൂപ മാറ്റി വെച്ചാൽ ഒരു വർഷം 36,000 രൂപ. 36,000 രൂപ എന്നെ ഏൽപ്പിക്ക്, ഞാൻ നേപ്പാളിലേക്ക് ഒരു ടൂർ അറേഞ്ച് ചെയ്ത് തരാം. ട്രെയിനിൽ പോകാം, എവിടം വരെ, ബോർഡർ വരെ, ഗോരഖ്പൂർ വരെ പോകാം, പിന്നെ ബസ്സിൽ പോകാം അങ്ങോട്ട്. നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണമെന്ന് വാശിയൊന്നുമില്ലല്ലോ, അത്യാവശ്യം ഡീസൻ്റായിട്ട് താമസം പോരെ. നാട് കാണുകയല്ലേ ലക്ഷ്യം. 36,000 രൂപയ്ക്ക് കൂളായിട്ട് കൊണ്ടുപോയിട്ട് വരാം. ഇന്ത്യ മുഴുവൻ കാണാൻ പോകാം, കാശ്മീർ ഉൾപ്പെടെ. ഭൂട്ടാനിലേക്ക് പോകാം, ശ്രീലങ്കയ്ക്ക് പോകാം. അത് കഴിയുമ്പോൾ പിന്നെ ഈ 36,000 കൂടെ വെച്ചിട്ട് 2 കൊല്ലം കൂടുമ്പോൾ ഒരു യാത്ര നടത്തിയാണെന്ന് തീരുമാനിക്കുക. അപ്പോൾ 72,000 രൂപ മിച്ചം കയ്യിലുണ്ടാവും. 72,000 രൂപ കൊണ്ട് പോകാവുന്ന കുറേ രാജ്യങ്ങളുണ്ട്. പിന്നെ ശമ്പളം വരുമാനം കൂട്ടാനുള്ള ശ്രമം നടത്തുക 3ാമത്തെ വർഷമാകുമ്പോഴത്തേക്കും. അപ്പോൾ ഡെയിലി 100 എന്നുള്ളത് ഡെയിലി 200-300 സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ യൂറോപ്പിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ഗ്രാജുവലായിട്ടാണ് നമ്മൾ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ആയിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ നേപ്പാൾ യാത്രയ്ക്ക് 6,500 രൂപ കൊണ്ടാണ് ഞാൻ പോയത്. 3 എപ്പിസോഡ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. അന്ന് 6,500 രൂപ ഉണ്ടാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ 6,500 രൂപ കൊണ്ട് തുടങ്ങിയ സഞ്ചാരമാണ് ഇന്നത്തെ ഈ പറഞ്ഞ 148 രാജ്യത്തെത്തിയിരിക്കുന്നത്.